ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. നമുക്കിരിക്കാം. യേശുവിനെ രക്ഷകനും നാഥനും ജീവന്റെ സർവസ്വവുമായി സ്വീകരിച്ച ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകേണ്ട മനോഭാവത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. താഴ്മയുടെ മനോഭാവം, എളിമയുടെ മനോഭാവം. ഈ എളിമയെക്കുറിച്ച്, എളിമ ഇല്ലാത്ത വ്യക്തികളെ കുറിച്ച് തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. യെരമ്യായുടെ പ്രവചനം 13-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 15 മുതലുള്ള വചനത്തില് ഇപ്രകാരം പറയുന്നു. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യെരമ്യ 13-15 മുതലുള്ള തിരുവചനങ്ങൾ സഹോദരി നമ്മൾക്ക് വേണ്ടി വായിച്ചത് കേൾപ്പിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിങ്ങൾ കാതോർത്ത് കേൾക്കുകയും അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുകയും, അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകി കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും. എളിമയ്ക്കെതിരായിട്ടുള്ള, താഴ്മയ്ക്കെതിരായിട്ടുള്ള ഒരു കർത്താവ് പ്രവാചകന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു, കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ പറഞ്ഞ് നമ്മൾ കേട്ടു. അഹങ്കരിച്ചാൽ എന്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും, ഉള്ളുരുകി കരയും. നമ്മളിപ്പോൾ കേട്ടു. തിരുവചനം വീണ്ടും എഫെസൂസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. രക്ഷയുടെ ദിവസത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ വഴി കുറഞ്ഞു കേട്ടത് പരിശുദ്ധാത്മാവ് വഴി എഫെസൂസ്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ, എഫെസൂസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലിഹായിലൂടെ പറയുകയാണ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വേറൊരു വശത്ത് എഴുതിയിട്ടുണ്ട്, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു, കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ. അഹങ്കാരം എന്ന വലിയ പാപം, ആ അഹങ്കാരം എന്ന ഭാവം ദൈവം കരയുന്ന ഒരു ഭാവമാണ്. തന്റെ മക്കളെ അറിയാതെയാണെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകുന്ന ഒരു കാര്യമാണ്. അതാണ് തിരുവചനം നമ്മളെ ഇപ്പോൾ ഓർപ്പിക്കുക. ദൈവം ഉറപ്പിച്ച അടിത്തറയാണെങ്കിൽ അത് ഇളകത്തില്ല. ദൈവം ഇട്ട അടിത്തറയാണ് പരിശുദ്ധ സഭ. ആ സഭയിലേക്ക് പത്രോസ്ലീഹായ്ക്ക് കർത്താവ് അധികാരം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നരകവാതിലുകൾ ഇതിന്റെ പ്രബലപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉറപ്പിച്ച അടിത്തറയാണ് തിരുസഭ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഉറക്കെ സ്തുതിക്കുക ഹല്ലേലൂയ പറയുമ്പോൾ. കാരണം സ്വർഗത്തിന്റെ ആരാധനയാണത്. സ്വർഗത്തിലെ ആരാധനയാണ്. മാലാഖമാർ കർത്താവിന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനയാണ് ഹല്ലേലൂയ. അത് ഉച്ചത്തിൽ പറയേണ്ടതാണ്. ഇടിമുഴക്കത്തിന്റെയും പെരുവെള്ളത്തിന്റെയും പോലെയുള്ള ശബ്ദമാണ് സ്വർഗത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ അഹങ്കാരത്തിനെതിരായിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുക. ഇങ്ങനെ ചെയ്താൽ എന്റെ സന്തോഷം പൂർണ്ണമാകും. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം
പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, കരയിപ്പിക്കരുത്. എൻ്റെ ആത്മാവ് ഉള്ളം ഒരുക്കി കരയും, രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്രമോ. ഈ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ വ്യക്തി, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ വ്യക്തിക്ക് മാത്രമേ പരസ്നേഹത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് സ്വാർത്ഥ സ്നേഹമായിട്ട് മാറും. സ്നേഹിച്ചാൽ തിരിച്ചു കിട്ടേണ്ടിയ സ്നേഹം, അതാണ് സ്വാർത്ഥ സ്നേഹം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അതല്ല, മടക്കി ആവശ്യപ്പെടുന്നത്. ദൈവം തിരിച്ചു ചോദിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുകയാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിലുള്ള സ്വാന്തനത്തിലാണ് കംഫർട്ട്. സ്വാന്തനം എന്ന് പറഞ്ഞാൽ കംഫർട്ട്. സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. ഒന്ന്, സ്നേഹത്തിൽ നിറയുമ്പോഴാണ് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുക, പരിശുദ്ധാത്മാ ഫലങ്ങൾ. അതുകൊണ്ട് സ്നേഹമാണ് ആദ്യത്തേത്. സ്നേഹം, ആനന്ദം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയം, ഇതെല്ലാം ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയിലൂടെയാണ് ഉണ്ടാകുക. ഹല്ലേലൂയ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്ന ലോകം തരുന്നത് പോലെ അല്ല എന്ന് ഈശോ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്രമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ, ആത്മാവിൽ ഉള്ള കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഈ ആത്മാവിലുള്ള കൂട്ടായ്മയാണ് നമ്മള് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 2-ാം അധ്യായം 46-ാം വചനത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എപ്രകാരമായി തിരുസഭ രൂപം കൊണ്ടു നമുക്കറിയാം. അവിടെ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം? അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാൽ നിറയുന്ന വ്യക്തി ഏക മനസ്സോടെ അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി. അവർ ഭവനം തോറും അപ്പം മുറിച്ചു. ഹൃദയ ലാളിത്യം ഉണ്ടായിരുന്നു. ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേർന്നിരുന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ഹല്ലേലൂയ. അതാണ് സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ആത്മാവിലുള്ള കൂട്ടായ്മയും. ഇതുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിനെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുക, വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് സോളമനിലൂടെ, ജ്ഞാനിയായ സോളമനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം തിരുവചനം. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് ഏറ്റു പറയാം. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമത്രേ. ഹല്ലേലൂയ. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമത്രേ എന്ന് പറയുന്നത് എന്താണ് ആ മൂന്ന് കാര്യങ്ങള്? പ്രഭാഷകൻ 25-ാം അധ്യായം 1-ാം വാക്യമാണ്. 1, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. ഒന്ന് ഏറ്റു പറഞ്ഞേ, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. 2, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. 3, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഏറ്റു പറയാമോ? ആ ദൈവം സന്തോഷിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നു. പ്രഭാഷകൻ 25-1 പറയുന്നു, എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. ഹല്ലേലൂയ. ആനന്ദം പരിശുദ്ധാത്മാവിന്റെ ദാനം തന്നെയാണ്. ആ ദാനമുണ്ടെങ്കിലേ ഇതിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമത്രേ. ഹല്ലേലൂയ. അവിടെ മനോഹരമായ മൂന്ന് കാര്യങ്ങളാണ്. അതാണ് 1, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. 2, അയലക്കാർ തമ്മിലുള്ള സൗഹൃദം. 3, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഹല്ലേലൂയ. ഈ ലയം എന്ന വാക്ക്, അതിന്റെ അർത്ഥം അത് ഒന്നായി ചേരുക എന്നുള്ളതാണ് അതിന്റെ വലിയ അർത്ഥം. ആ അർത്ഥത്തിന്റെ വ്യാപ്തിയിലേക്ക്, ആ വാക്കിന്റെ വ്യാപ്തിയിലേക്ക് നമുക്ക് പോയാൽ എത്തത്തില്ല. കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. ആ ലയം അത് ഒന്നാകലാണ്.
ഏക അഭിപ്രായമാണ്. അത് പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മളെ. സ്നേഹത്തിലുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ, നമുക്കറിയാം ഏത് ഭവനമാണ് അനുഗ്രഹീതമാകുന്നതെന്ന്. ദൈവഭക്തന്റെ ഭവനമാണ് അനുഗ്രഹീതമാകുക. സങ്കീർത്തനം 128 പറയുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമുക്ക് പോകുന്നില്ല. സങ്കീർത്തനം 128 1-2 വചനങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് അവൻ ചേർന്ന് നിൽക്കും. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവനാണ് ഈ മനോഭാവം ഉണ്ടാകുക. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 15:2 ഇത് പറയുക. 2 ദിനവൃത്താന്തം 15:2. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒന്നേറ്റ് പറയാം. നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ ചേർന്നിരിക്കുക എന്നും തിരുവചനത്തിൽ പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 30:20 പറയുന്നു. നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച്, ഏറ്റു പറയാം, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. ആ കർത്താവ് തരുന്ന ജീവൻ എങ്ങനെയുള്ളതാണ്? സമർത്ഥമായ ജീവനാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമർത്ഥമായിട്ട് നൽകുവാനുമാണെന്ന് ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ച് ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയാണ് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അവിടുത്തെ സ്നേഹത്തിന്റെ വചനമാണ്. അത് പാലിച്ച് അവിടുത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ചേർന്ന് നിൽക്കുക എന്ന് പറയുക. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കുക. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 4:20-21 വചനങ്ങളിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:20-21 വചനങ്ങളിൽ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ബലി അർപ്പിക്കുവാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിഷമമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ബലിവസ്തു താഴെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി ആദ്യം രമ്യതയിലേക്ക് വരിക. നമ്മുടെ പരിശുദ്ധ ബലി നമുക്കറിയാം, ഒന്ന് ദൈവവുമായിട്ടുള്ള രമ്യതയും സഹോദരനുമായിട്ടുള്ള രമ്യതയും. ആദ്യത്തെ പാട്ട് തന്നെ തുടങ്ങുന്നത് അതുപോലെയാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അബ്രാഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിന്റെ സഹോദരൻ ഹാരാന്റെ മകൻ ലോത്തുമായി യാത്ര പുറപ്പെട്ടു. കർത്താവ് കാണിച്ചു കൊടുത്ത ദേശത്തേക്ക് അബ്രാഹാമിന്റെ ഭാര്യയും അവരുടെ സമ്പത്തുകളും എല്ലാം കൂട്ടി കർത്താവ് കാണിച്ചു കൊടുത്ത കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അബ്രാഹാമിന്റെ സഹോദരനായ ഹാരാന്റെ മരണശേഷമാണ് സഹോദര പുത്രനായ ലോത്താണ് അബ്രാഹാം കൂടെ കൊണ്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം ഇപ്രകാരം പറയുന്നു, അവർ പോയപ്പോൾ അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. 2 പേർക്ക്, അബ്രാഹാമിനും ലോത്തിനും വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അബ്രാഹാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം ഉണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അബ്രാഹാം ലോത്തിനോട് പറയുന്നു, നമ്മൾ സഹോദരന്മാരാണ്. സഹോദരന്റെ മകനാണ്. ആ മകനെ സഹോദരനായിട്ട് തന്നെ അബ്രാഹാം പരിഗണിക്കുകയാണ്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം ഉണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോകുക. കലഹമുണ്ടാകരുത്, സഹോദരന്മാർ തമ്മിൽ കലഹമുണ്ടാകരുത് എന്നുള്ള ഉദ്ദേശശുദ്ധി, അത് ദൈവത്തിന് അപ്രീതിയായിട്ടുള്ള കാര്യമാണ്. തിരുവചനത്തിൽ നമ്മൾ കേട്ടു, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പാണ് ഒന്നാമത് കർത്താവിന്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നതും അത് അവിടുത്തെ ദൃഷ്ടിയിൽ മനോഹരമായിരിക്കുന്നത്. ഇതറിയാവുന്ന അബ്രാഹാം, ദൈവം അബ്രാഹാമിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസിയുടെ പിതാവ്,
ഈ അബ്രാഹാം പറയുകയാണ്, നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ആ മനോഭാവം നോക്കണം. നമ്മൾ ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം അബ്രാഹാമിനുണ്ടായിരിക്കുന്നു. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. അബ്രാഹാം ലോത്തിനോട് പറയുക, സഹോദരപുത്രനോട് പറയുകയാണ്, ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, അഥവാ വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരൻ, മൂത്ത സഹോദരൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അബ്രാഹാം, വിശ്വാസികളുടെ പിതാവ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു, താഴ്മയിലേക്ക് വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസവും ആ എളിമയുമാണ് ഈ അബ്രാഹാമിനോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകുമെന്നുള്ള വാഗ്ദാനം അബ്രാഹാം വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവം കൊടുത്ത വാഗ്ദാനവും അനുഗ്രഹവും എല്ലാം അവൻ സ്വന്തമാക്കിയ അബ്രാഹാം ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഉച്ഛിഷ്ടമാണെന്ന് കണ്ടു. അങ്ങനെ അബ്രാഹാം തന്റെ സഹോദരനോട് പറയുകയാണ്, നിനക്ക് ഇടതുവശമാണ് വേണമെങ്കിൽ നീ അങ്ങോട്ട് പൊക്കോളുക, ഞാൻ വലത്തോട്ട് പൊക്കോളാം. നീ അഥവാ വലതുവശത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം. ഈ മനോഭാവമാണ് നമുക്ക് ദൈവമക്കൾക്ക് ആവശ്യം. പണ്ട് കാലത്ത് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് വീതം വെച്ചപ്പോൾ ഒരു മകന് കിട്ടിയത് പാറക്കാലായിരുന്നു. അവിടെ കൃഷി ചെയ്യാനൊന്നും വയ്യാത്തൊരവസ്ഥ, പാറമട പോലുള്ള പാറക്കാലുകൾ. അങ്ങനെ വീതം വെച്ചപ്പോൾ ഒരു ഡിസ്പാരിറ്റി അവിടെ സംഭവിക്കുന്നുണ്ട്. അത് കൊടുക്കണമല്ലോ, ഷെയർ ചെയ്യണം. എന്നാൽ അന്ന് അതുപോലെ ഉള്ള വസ്തുക്കൾ കിട്ടിയവർക്ക് ഇന്നത് അനുഗ്രഹമായിട്ടുമാണ് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. കാലത്തിന്റെ പൂർണ്ണതയിൽ ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ മോശം എന്ന് കരുതിയത് നാളെ നല്ലതായിട്ട് മാറും. ഹല്ലേലൂയ. അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. നോക്കുക, അവന്റെ നോട്ടം ബാഹ്യമായിട്ടുള്ള നോട്ടമായിരുന്നു. പുറമേയുള്ള സമൃദ്ധി മാത്രം അവൻ നോക്കി. ദൈവത്തോട് അവൻ അത്രമാത്രം അബ്രാഹാം പോലെ ചേർന്ന് നിന്നില്ല. അവന് ലഭിച്ച ഭൂമി സോദോം ഗൊമോറ ആയിരുന്നു. പിൽക്കാലത്ത് അത് നശിച്ചു പോയത് നമുക്കറിയാം. ആ എളിമയിലേക്ക് വന്ന അബ്രാഹാമിന് എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ട ശേഷം കർത്താവ് അബ്രാഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഹല്ലേലൂയ. ദൈവം കൂടെയുള്ള അബ്രാഹാമിന് ലഭിക്കുക വിശാലമായ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അബ്രാഹാമിന്റെ ഈ മനോഭാവം ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവമാണ്. അബ്രാഹാം ക്രിസ്തുവിനെ കണ്ടിരുന്നോ? ഇത് പറഞ്ഞു പോയപ്പോഴാണ് ഒരു ഓർമ്മ വരുന്നത്. എന്റെ കൂടെ സഹപ്രവർത്തനായിരുന്ന ഒരു വ്യക്തി ഒരു 96 സമയത്താണ്, 1996 കാലഘട്ടങ്ങളിൽ നവീകരണ ധ്യാനമൊക്കെ കൂടി നല്ല തീക്ഷ്ണതയിൽ നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരോടൊക്കെ ദൈവവചനം സംസാരിച്ചപ്പോൾ അവരെന്നെ അവഹേളിതനാക്കി. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവർ പറയുന്നു, നിന്റെ ദൈവത്തിന് 2000 വർഷത്തെ ആയുസല്ല ഉള്ളൂ. നമ്മുടെ ദൈവം യേശു ക്രിസ്തു വന്നിട്ട് എത്ര കാലമായി? 2000 വർഷമല്ലായുള്ളൂ. പിന്നെ അത് ബുദ്ധിയുള്ള വ്യക്തികൾ തന്നെയാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. ഈശോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 58-ാം തിരുവചനത്തിൽ പറയുന്നു, അബ്രാഹാമിന് മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹാമിന് മുമ്പേ ഞാനുണ്ട്. ഫരീസയർ നിയമജ്ഞർ ഈശോയോട് ചോദിച്ചു, ഞങ്ങളുടെ പിതാവായ അബ്രാഹാമിനേക്കാൾ വലിയവനാണോ നീ? നിനക്ക് ഇപ്പോഴും 50 വയസ്സ് പോലും ആയിട്ടില്ല, പിന്നെ നീ അബ്രാഹാമിനെ കണ്ടുവന്നോ? അപ്പോൾ ഈശോ പറഞ്ഞതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:58 പ്രകാരം പറയുന്നു, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അബ്രാഹാമിന് മുമ്പ് ഞാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനം ഒന്ന് വായിക്കാം.
ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വചനം. അതിൽ ഇപ്രകാരം പറയുന്നു: വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനം, അബ്രാഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതിക്ക്. നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു ഇസഹാക്കായിരിക്കും. ആ സന്തതി പരമ്പരയെ അബ്രാഹാം കാണുന്നുണ്ട്. അതാണോ ഗലാത്യ 3:16 പറയുന്ന വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്കെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റിരിക്കാവോ? ഹല്ലേലൂയ. നമ്മുടെ ദിവ്യകാരുണ്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് അബ്രാഹാം, പൂർവ്വപിതായ അബ്രാഹാം. മോശ പറഞ്ഞു, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി മോശ കരുതി. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. മോശ യേശു ക്രിസ്തുവിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ആ വചനം പറയുക: ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ, ഫറവോയുടെ മകളുടെ മകൻ എന്നുള്ള ആ ഖ്യാതി അവൻ ഉപേക്ഷിച്ചു. ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മോശ ക്രിസ്തുവിനെ കണ്ടു. അതാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. ഹല്ലേലൂയ. നമുക്കൊന്ന് കരങ്ങൾ വീശി ദിവ്യനാഥനെ നോക്കി, ദിവ്യകാരനെ ഈശോയെ നോക്കി ഒന്ന് കരങ്ങൾ വീശി ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഉറക്കെ ഉച്ചത്തിലെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇരിക്കുക. രണ്ടാമത്തെ വ്യക്തി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പൂർവ്വ യോസഫ് എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ 11ാമത്തെ മകൻ. 10 പേര് നമുക്കറിയാം. യാക്കോബിന് അമ്മായിപ്പൻ കളിപ്പിച്ചുണ്ടായ മക്കൾ, അതായത് റാഹേലിനെയാണ് യാക്കോബ് ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ അമ്മായിപ്പന്റെ ആട് മേയ്ക്കാൻ പോയിടത്ത് അവൻ 20 വർഷത്തോളം റാഹേലിനെ ലഭിക്കുവാൻ വേണ്ടി അവിടെ അടിമവേല ചെയ്യേണ്ടി വന്നു തന്റെ അമ്മായിപ്പന്. വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലാബാൻ എന്ത് ചെയ്തു? അമ്മായിപ്പൻ എന്ത് ചെയ്തു? ആദ്യം മൂത്ത മകളെ ലേയായെ കൊടുത്തു. എന്നാൽ നോട്ടം മുഴുവൻ, യാക്കോബിന്റെ നോട്ടം റാഹേലിലായിരുന്നു. അതുകൂടാതെ കണ്ട് ദാസിമാരിൽ നിന്ന് മക്കളുണ്ടായി. അങ്ങനെ 10 മക്കൾ നേരത്തെ ഉണ്ടായി. യാക്കോബ് കാംക്ഷിച്ചിരുന്ന അവൻ ആഗ്രഹിച്ചിരുന്ന ഭാര്യയെ റാഹേലിനെ ലഭിച്ചതിന് ശേഷം ഉണ്ടായ മൂത്ത മകൻ യോസഫ്. ഒരു മകനും കൂടി ഉണ്ടായി, ബെഞ്ചമിൻ. ഈ ജോസഫിനെ കുറിച്ചാണ് നമ്മൾ ഇനിയും ചിന്തിക്കുക. യാക്കോബിനുണ്ടായ യോസഫിനെ സഹോദരന്മാർ വിൽക്കുവാനുണ്ടായ കാരണം, ഇസ്രായേൽ യോസഫിനെ മറ്റു മക്കളെക്കാളധികം സ്നേഹിച്ചത്. യാക്കോബിന്റെ പിന്നീടുള്ള പേരാണ്, തെരഞ്ഞെടുക്കപ്പെട്ട പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ ജോസഫിനെ മറ്റു മക്കളെക്കാളധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് യോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്മൂലം എന്തു സംഭവിച്ചു? ജോസഫിനുണ്ടായ അപകടം ഇതായിരുന്നു: ജോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ഈ സഹോദരന്മാരുടെ നോട്ടത്തിൽ ജോസഫിനോട് അസൂയ തോന്നാൻ കാരണം, ഒന്ന്, അവരുടെ അപ്പൻ കൂടുതലായിട്ട് ഈ മകനെ സ്നേഹിക്കുന്നു. റാഹേലിലുണ്ടായ മൂത്ത മകനാണ്. അതുകൊണ്ടാണ് ഈ കൈനീളമുള്ള കുപ്പായമൊക്കെ തയ്പ്പിച്ചു കൊടുത്തത്. അവന് ദൈവം ദർശനങ്ങളും സ്വപ്നങ്ങളും കൊടുക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് സഹോദരന്മാരോട് പറഞ്ഞു. കറ്റകൾ, ഇവന് ഒരു കറ്റയാണ്, അവന്റെ കറ്റയ്ക്ക് മുമ്പില് ബാക്കി 11 കറ്റകൾ വന്ന് കുമ്പിടുന്നതായിട്ട് ഇവനൊരു ദർശനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതാണ് അവന്മേൽ അസൂയ ഉളവാക്കും സഹോദരന്മാർക്ക്. അവരെന്ത് തീരുമാനിച്ചു? സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ കൊന്നുകളയാം, കുഴിയിലെറിയാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കാണുന്നു, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫിനെ ഇവരെന്ത് ചെയ്തു? കൊല്ലാതെ കണ്ട്
മൂത്ത സഹോദരനായ റൂബൻ പറഞ്ഞു, നമുക്ക് അവനെ കൊല്ലരുത്, നമ്മുടെ സഹോദരനാണ് അവനെ കൊല്ലരുത്. അവരെന്ത് ചെയ്തു? അവനെ ഈജിപ്തുകാർക്ക് വിറ്റു. തിരുവചനം ഇപ്രകാരം പറയുന്നു, 39-ാം അധ്യായത്തിലെ 2-ാം വചനം പറയുന്നു, കർത്താവ് യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഈ മലഞ്ചരക്ക് വ്യാപാരികളായിരുന്നവർ, അവരുടെ കയ്യിൽ നിന്നും ജോസഫിനെ ഫറവോയുടെ ഒരു സേനാധിപൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി പൊത്തിഫർ. ഈ പൊത്തിഫർ ജോസഫിനെ വാങ്ങിച്ചതിന് ശേഷം കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും പൊത്തിഫറിന് മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് പൊത്തിഫറിന്റെ വീടിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവം കൂടെയുള്ള ഒരു മകൻ പോകുന്ന ഇടവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വേറൊരു അപകടമുണ്ടായി. പൊത്തിഫറിന്റെ ഭാര്യ ജോസഫിൽ ആകർഷനായി. കാരണം ജോസഫ് വടിവൊത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. അതിനാൽ പൊത്തിഫറിന്റെ ഭാര്യ ആകർഷ്ടനായിട്ട് അവിടെ കൂടെ ശയിക്കുവാൻ വേണ്ടി ജോസഫിനെ നിർബന്ധിച്ചു. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്ന ജോസഫ് തിന്മ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. കെണിയിൽപ്പെടുത്തി ജോസഫിനെ കാരാഗൃഹത്തിൽ അടയ്ക്കണം. നമ്മൾ 39-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ കാരാഗൃഹത്തിൽ അടച്ചെന്ന് പറയുന്നുണ്ട്. ജോസഫ് കാരാഗൃഹത്തിൽ 39-21 വചനം പറഞ്ഞ് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. തടവറയിൽ ഇട്ടപ്പോഴും ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദർശനം വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിരുന്നത് കൊണ്ട് അവന് തടവറയിലും അവൻ ഒന്നാമനായി മാറി. ജയിലിന്റെ സൂക്ഷിപ്പുകാരൻ ജോസഫിനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു തടവുകാരുടെ ക്ഷേമങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ മേൽനോട്ടം വഹിക്കുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ കടന്നുകൊണ്ട് ഒരു രാജാവിന്റെ ഒരു പാനപാത്രവാഹനും പാചകക്കാരനും രാജാവിനെതിരായിട്ട് ഗൂഢാലോചന നടത്തി. ഇത് ജോസഫിന് മനസ്സിലായി. ഒരാൾ ഫറവോയെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കി. അവർക്ക് തന്നെ ദർശനവും ഉണ്ടായി. എന്നാൽ ഈ ദർശനത്തിന്റെ വ്യാഖ്യാനം അവർക്ക് മനസ്സിലായില്ല. ജോസഫിന് മനസ്സിലായി. ജോസഫിനോട് വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ, സ്വപ്നം എന്തെന്ന് പറയൂ. ജോസഫ് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ജോസഫിന്റെ വ്യാഖ്യാനം ശരിയായിട്ട് വന്നു. ഈ സംഭവം അതിൽ ഒരാള് മോചിതനായിട്ട് വന്നു. കാരണം അവന് മോചിതനാകുമെന്നുള്ള ജോസഫിന്റെ വ്യാഖ്യാനം അന്വർത്ഥമാകുകയും ആ ജോസഫിന്റെ ഫറവോയുടെ സേനാധിപൻ ഫറവോയോട് പറഞ്ഞു. ഫറവോയ്ക്കൊരു ദർശനമുണ്ടായി, സ്വപ്നത്തിലൊരു ദർശനമുണ്ടായി. അതിന്റെ വ്യാഖ്യാനം ലഭിക്കുവാൻ ദേശത്തുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി. ആരും അവന്റെ വ്യാഖ്യാനത്തിന് ശരിയായിട്ടുള്ള ഉത്തരം കൊടുക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആ മോചിതനായ സേനാധിപൻ പറഞ്ഞു, ജോസഫ് പറഞ്ഞു, എൻ്റെ കൂടെ ജയിലറയിൽ കടന്നിരിക്കുന്ന ഒരുവൻ അവൻ ദർശനങ്ങളെ ശരിയായിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെ ജോസഫിനെ ഫറവോ വിളിച്ചു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, എനിക്ക് ദർശനം കിട്ടുന്നത് എൻ്റെ കഴിവല്ല, ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. കാരണം ദൈവമാണ് എനിക്ക് വ്യാഖ്യാനം നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉറക്കെ ശബ്ദത്തിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതിനുശേഷം യാക്കോബും മക്കളും താമസിച്ചിരുന്ന സ്ഥലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. 7 വർഷം ഈജിപ്തിൽ നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നും അതിനുശേഷം ഉണ്ടാകുന്ന 7 വർഷം ദാരിദ്ര്യമായിരിക്കുമെന്നും കഷ്ടപ്പാടുകളായിരിക്കുമെന്നുള്ള ദർശനം വ്യാഖ്യാനം ജോസഫിനെ ആ ദേശത്തിന്റെ എല്ലാം അധിപതിയാക്കി. കാരണം കഴിവുള്ളവനാണെന്ന് കണ്ടുകൊണ്ട് ദൈവം അവനെ ഉയർത്തി ആ ദേശത്തിന്റെ അധിപനാക്കി മാറ്റുന്നു. നമ്മൾ കാണുന്നു, തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബും സഹോദരന്മാരും മക്കളും എല്ലാം ആയിരുന്ന സ്ഥലത്തെ പട്ടിണി വന്നപ്പോഴേ അവരെന്ത് ചെയ്തു? അവർ ഈജിപ്തിലേക്ക് അഭയം തേടിപ്പോയി. കാരണം അവിടെ സമൃദ്ധിയുണ്ട്. അവര് ചെന്ന് ജോസഫിന്റെ അരികിലേക്കാണ് പോകുന്നത്.
അവരവിടെ ചെന്ന് താണു വീണ് ജോസഫിന്റെ അരികിലേക്ക് ഭിക്ഷ യാചിക്കുന്ന പോലെ ചെയ്യേണ്ടി വന്നു. ആ ദർശനം അവിടെ പൂർത്തിയാകുവാൻ ദൈവം ഇടയാക്കിയാണ്. ഈ സഹോദരന്മാർ ജോസഫിന്റെ മുമ്പിൽ വന്ന് കുമ്പിടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഹല്ലേലൂയ. നീതിമാന് കിട്ടുന്ന ദർശനം ദൈവം അത് നിവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവന്റെ കഷ്ടപ്പാടുകൾ ഏറെയാണെങ്കിലും ദൈവം അവനെ മോചിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 34 പറയുന്നുണ്ട്, നീതിമാന്റെ ക്ലേശങ്ങൾ അസഖ്യമാണ്, എന്നാലും ദൈവം അവനെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന്റെ ക്ലേശങ്ങൾ, അവൻ തടവറയിലാക്കപ്പെടുന്നുണ്ട്, എന്നാലും ദൈവം അവനെ മോചിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ജോസഫിന്റെ മനോഭാവം, തന്റെ സഹോദരന്മാർ ഇവിടെ വന്ന് ഭക്ഷണത്തിന് വേണ്ടി ധാന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ജോസഫിന്റെ മനോഭാവം നമുക്ക് നോക്കാം. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന്റെ അരികിലേക്ക് വന്നപ്പോൾ ജോസഫ് അവരോട് എന്താണ് പറയുന്നത്? ആ മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. നോക്കുക, അവിടെ ഒരു മുറിവിന്റെ ഭാഷയുണ്ടെന്നാൽ അതുപോലും ആ മുറി പോലും ഉണങ്ങിപ്പോയി. അതിന് കാണുന്ന ആ മനോഭാവമാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറയും? എന്നോട് ദ്രോഹം ചെയ്തിരുന്നു, ഒരു കാലത്ത് നമുക്കത് മറക്കാൻ സാധിക്കാതെ എന്നോട് എന്റെ അപ്പൻ ഇങ്ങനെയൊക്കെ പെരുമാറി, എന്റെ സഹോദരന്മാർ ഇങ്ങനെയൊക്കെ പെരുമാറി എന്നല്ലേ നമ്മുടെ മനോഭാവം. എന്നാൽ ക്രിസ്തു കൂടെയുള്ള ജോസഫ്, കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. അബ്രാഹാമിന്റെ മനോഭാവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ നോക്കുക, അതാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, അത് ലൂക്കാ സുവിശേഷകൻ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നല്ല സമറായന്റെ ഉപമയില് ലൂക്കാ സുവിശേഷകൻ ഒരു പരീസയൻ, ഒരു നിയമജ്ഞൻ ഈശോയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ കൽപ്പനകൾ ഏതാണ്? ഈശോ പറഞ്ഞു, ഈശോ തിരിച്ചു ചോദിച്ചു, നീ എന്താണ് പഠിച്ചിട്ടുള്ളത്? അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഉടനെ സാധൂകരിക്കാൻ വേണ്ടി വീണ്ടും ആ നിയമജ്ഞൻ ചോദിക്കുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അറിയാൻ മേലാത്തതുപോലെ ഒരു ഒളിച്ചുകളി അവിടെ നടത്തി. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ ഈശോ ഈ ഉപമ പറഞ്ഞു, നല്ല സമറിയാന്റെ ഉപമ. ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോകുന്ന ഒരു യഹൂദൻ, അതിലെ പോയ 2 പേര്, ഒരു പുരോഹിതനും ഒരു ലേവായനും, തങ്ങളുടെ ശുശ്രൂഷയിലേക്ക് അവർ പോവുകയാണ്. അവർക്ക് അശുദ്ധമാകുന്നുകൊണ്ട് അവരവനെ തൊട്ടില്ല. കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ട് മുറിവേൽക്കപ്പെട്ട് കിടക്കുന്ന ഈ യഹൂദനെ സഹായിക്കുവാൻ അതുവഴി കടന്നു വന്ന ഒരു സമറിയക്കാരൻ, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സമറിയക്കാരൻ, അവനെ കണ്ട മനസ്സരിഞ്ഞ്, നോക്കുക, മനസ്സരിഞ്ഞ് അവന്റെ അടുത്ത് ചെന്ന് അവന്റെ മുറിവുകൾ കഴുകി എണ്ണയും വീഞ്ഞും ഒഴിച്ച് ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ തന്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടാക്കി. ഒരു ദൂരദേശത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരുന്ന ഈ സമറിയക്കാരൻ അവരും വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ കൊണ്ടുവന്ന് സത്രത്തിലാക്കിയിട്ട് സത്ര സൂക്ഷിപ്പുകാരൻ്റെ 2 ധനാറായം കൊടുത്തിട്ട് സത്ര സൂക്ഷിപ്പുകാരനോട് എന്ത് പറഞ്ഞു? ഇവനെ നോക്കണം, ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും ചെലവായിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോവിനോട് ചോദിക്കുന്നു, ആരാണ് നല്ല അയൽക്കാരൻ? ഇവൻ തന്നെയാണ് നല്ല അയൽക്കാരൻ. എന്നാൽ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. സഹോദരങ്ങളെ, സഹോദരൻ എന്നുള്ള അതും അയൽക്കാരെന്നുള്ളതിനും ബൗണ്ടറീസ് ഇല്ല. ദൈവം സൃഷ്ടിച്ച എല്ലാവരും ദൈവമക്കളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിന്ന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 മൂന്നാമത്തത് ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, അതും വിട്ടുവീഴ്ചയുടെയാണ്.
താഴ്മയോടെയാണ്. അവിടെ തിരുവചനം ഇപ്രകാരം പറയുന്ന എഫെസൂസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭർത്താവിനോട് പറയുന്നു, ഭാര്യമാരോട് പറയുന്നു, ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. അതുകൊണ്ട് ഭാര്യമാർ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താക്കന്മാരോട് ഈശോ വചനം പറയുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. വചനം, ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആ വചനത്താൽ കഴുകി വെണ്മയുള്ളതാക്കി തീർത്തു. ഹല്ലേലൂയ. വചനമനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുമ്പോഴാണ് കുടുംബം രൂപപ്പെടുക. അതാണ് ഉറച്ച അടിസ്ഥാനം. ഹല്ലേലൂയ. അതാണ് ദൈവം ഉറപ്പിച്ച അടിത്തറ, ഇളകാത്ത അടിത്തറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം, അവർ ലയിക്കും, ഒന്നാകും, ഏക മനസ്സ്, ഹൃദയലാളിത്യം, ഹൃദയ ഐക്യം, വിശുദ്ധിയിലുള്ള ജീവിതം, നിർമ്മലമായ ഹൃദയം, ഏക മനസ്സ്, ഏക അഭിപ്രായം, വിട്ടുവീഴ്ചയുള്ള ജീവിതം, താഴ്മയിലേക്ക് വന്ന്, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവം രൂപം കൊടുത്ത കുടുംബം തകരുകയില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തെയാണ് ക്രിസ്തുവിനോടുകൂടിയുള്ള ചേർന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതിപാദ്യം നമ്മൾ പലപ്പോഴും ധ്യാനപ്രസംഗങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം നമ്മൾ ചിലപ്പോൾ കാണുന്ന പോലുള്ള ബന്ധമല്ല, അത് ദൈവം ഉറപ്പിച്ച ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കർത്താവ് ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് നമ്മൾ വായിച്ചു കേട്ട ലേഖനം നമുക്കൊന്നോടെ അവിടെ നോക്കാം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട്, ദൈവം തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഹല്ലേലൂയ. അവൻ തന്റെ ദൈവത്വം, ദൈവവുമായിട്ടുള്ള മഹത്വം, സമാനത ഉപേക്ഷിച്ചു വന്നു നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി മാതൃക കാണിച്ചത്. പരിശുദ്ധ അമ്മയുടെ മാതൃകയും അത് തന്നെയാണ്, നമുക്കറിയാം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിന്റെ ദാസി. എല്ലാത്തിന്റെയും ഉടയവനായവൻ, ഗുരുവായവൻ, എല്ലാത്തിന്റെയും സൃഷ്ടാവായവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി നമ്മളെ മാതൃക കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും പാപത്തിൽ നിന്നും മോചിതരായിരിക്കട്ടെ എന്ന് ഈ ഉറച്ച അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാം വചനം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാം വചനം. സഹോദരന് വായിച്ചൊന്നോടെ എല്ലാവരും ഒന്ന് ഏറ്റുപറയും. 2 തിമോത്തി 2:19. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇപ്രകാരം മുദ്രിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. ആ അടിത്തറയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവിടുന്ന് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ തിന്മകളിൽ നിന്ന് അകന്നിരിക്കട്ടെ. ഇതാണ് ആ ലേഖനത്തിൽ മുദ്ര കുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ്
എഫെസൂസ്കാർക്ക് എഴുതിയ 4:30 മുദ്രിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ മുദ്രിതമാക്കപ്പെട്ടത് എഴുതിയിരിക്കുന്നത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ടൊന്ന് ധ്യാനിക്കാം. ചിലരെ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം വളരെ ഭക്തി ആദരവോടെയും ഭയഭക്തിയോടെയും ഒക്കെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അവിടെ പറയുന്നു, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ആത്മാവിൽ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിനെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേദനിക്കുന്നത് അഹങ്കാരം എന്ന വലിയ പാപം മൂലമാണ്. കർത്താവിനിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന പാപം. തിരുവചനം പറയുന്നുണ്ട്, ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ മുഖമല്ല പുറമാണ് എനിക്ക് നേരെ തിരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നും അവർ കേൾക്കുവാൻ തയ്യാറായില്ല. ജെറമ്യായുടെ പുസ്തകം 32-33 പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുവാണ് ഐക്യത്തിലല്ലാത്തപ്പോൾ, സഹോദരന്മാരോടുള്ള യോജിപ്പില്ലാത്തപ്പോൾ, അയൽക്കാരോടുള്ള സ്നേഹബന്ധമില്ലാത്തപ്പോൾ, യഥാർത്ഥമായ കുടുംബജീവിതം, ആ ലയിച്ചുള്ള കുടുംബജീവിതം, അതാ വലിയൊരു വാക്കാണ് ലയം. ഹല്ലേലൂയ. അത് ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലത്തിലും. ഒരു ഉത്തമയായ ഭാര്യയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ, സുഭാഷിതങ്ങളുടെ അധ്യായം 31-ാം അധ്യായം ഒരു ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നു. ഒരു ഉത്തമയായ ഭാര്യയെ കിട്ടുന്ന ഭർത്താവ് ഭാഗ്യവാൻ എന്ന് പറയും. അവന് ദീർഘായുസ് ലഭിക്കുന്നു പറയും. ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങൾ ആ 2 അധ്യായങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രഭാഷകൻ 26 നോട്ട് ചെയ്ത് കൊള്ളുക. സുഭാഷിതം 31 ലാസ്റ്റ് അധ്യായം ഒന്ന് ശരിയായിട്ടൊന്ന് പഠിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ പിതാവിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച നിയോഗങ്ങൾ, അത് വിശ്വാസത്തിൽ വളരുകയും വിശുദ്ധിയിൽ വളരുകയും ചെയ്യുവാൻ വേണ്ടി നമുക്ക് സഹോദരൻ എഡ്വിനോട് ചേർന്നുകൊണ്ട് കേട്ട വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു ഉണർവ് നമുക്ക് ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് ഒരു പാട്ട് നമുക്ക് പാടിക്കൊണ്ട് കേട്ട വചനങ്ങൾ മറന്നു പോകാനുള്ള, കേട്ടിട്ട് പോകുവാനുമല്ല, അത് അനുവർത്തിക്കുന്നവരായിട്ട് മാറുവാൻ ഈ ഈശോ, കണ്ടില്ലേ നമ്മളെ അബ്രാഹാമിന് ദർശനം കൊടുത്ത ഈശോ ദൈവം, മോശയ്ക്ക് ദർശനം കൊടുത്ത ദൈവം, അതാണ് ദൈവികാരുടെ ഈശോ. ഈ ഈശോയാണ് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, അബ്രാഹാമിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറഞ്ഞ ആ ദൈവമാണ് ഈ ദിവോസ്തിയിലിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവോസ്തിനാഥനെ വിശ്വസിക്കുകയും അവനിലൂടെ വിശുദ്ധി പ്രാപിക്കുകയും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയിലേക്ക് വന്ന തീർച്ചയായിട്ടും ഈ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മനോഭാവം നമ്മൾക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആത്മാവേ
അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്മേൽ മരണം ചെയ്തിടുന്നു, പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്മേൽ മരണം ചെയ്തിടുന്നു, പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാടാം. പാപത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നീ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ